ഇന്ന് ചിലപ്പോൾ ആളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥയാണ് ഒരാൾക്ക് ദീനിന്റെ അടയാളങ്ങളും മറ്റുമൊക്കെ പുറമേക്ക് കാണുന്നതിൽ കുറച്ചിലുണ്ടാവുന്നുള്ളത്. ഇത് ഈ നിഫാഖിന്റെ സ്വഭാവത്തിന്റെ ഒരു രൂപമാണ്. അത് ഒരിക്കലും സംഭവിക്കാൻ അള്ളാഹ് ദീന് പാലിക്കുന്ന ഒരു മുസ്ലിമിന് അതുകൊണ്ട് ഇസ്സത്ത് ഉണ്ടായിരിക്കണം. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. അള്ളാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്തുള്ളത്. പക്ഷെ മുനാഫിക്കുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് നിഫാഖിന്റെ പ്രശ്നമാണ്. ദീനിലെ ഇസ്സത്ത് തോന്നാതിരിക്കാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പല രൂപത്തിൽ ഇത് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ബൈത്തുൽ മഖ്ദിസ് കീഴടക്കിയ സന്ദർഭത്തിൽ നസാറാക്കളായ പുരോഹിതന്മാരുടെ ഇടയിൽ ഇരിക്കവേ അവരുടെ തലവന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചപ്പോൾ കൈവിരലുകൾ തുടച്ച് വൃത്തിയാക്കി. നമുക്കറിയാം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇതൊക്കെ വൃത്തിയാക്കി. അപ്പോൾ അടുത്തിരിക്കുന്ന ആരോ ഒരാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഇത്രയും വലിയ രാജ്യത്തിന്റെ ഇവർക്കിടയിൽ ഇരിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഈ രൂപത്തിലാണ്, അതല്ലെങ്കിൽ മറ്റൊരു സംഭവമാണ് അതിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിഹാദദ്ദീൻ, നമ്മുടെ ഈ ജനതയ്ക്ക് അള്ളാഹു ഇസ്സത്ത് നൽകിയിരിക്കുന്നത് ഇസ്ലാമിനെ കൊണ്ടാണ്. വമഹ്മ ഇബ്തഗൈനൽ ഇസ്സത ഫി ഗൈരിഹി അദല്ലനല്ലാഹ്, എപ്പോൾ നമ്മൾ ഇതല്ലാത്ത മറ്റൊരു കാര്യത്തിൽ അഭിമാനവും പ്രതാപവും അന്വേഷിക്കുന്നോ അന്ന് നമ്മെ അള്ളാഹു അപമാനിതരാക്കും.